നസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബറാത്ത് രാവും പിന്നെ അതേപോലെ ബറാത്തിൻ്റെ നോമ്പ് തുറക്കുന്നതും അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. ഇത് ഇക്കാക കഴിഞ്ഞ ദിവസം പുറത്ത് ടൗണിൽ പോയി വരുന്ന സമയത്ത് നമ്മൾ കോഴിക്കോട് കണ്ണങ്കണ്ടില്ലേ, അപ്പോൾ അവിടെ പോയി വന്ന സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 138 രൂപയാണെന്ന് പറഞ്ഞിട്ട് ഈ 6 കപ്പിന് അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. വില കുറവ് കണ്ടപ്പോൾ വാങ്ങിയാണ്. നല്ല രസമുണ്ട് കേട്ടോ, കാണാനും ഭംഗിയുണ്ട്, അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളുകയും ചെയ്യും. അപ്പോൾ ഞാനതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. സാധാരണ പാത്രങ്ങൾ കാണുമ്പോൾ പ്രത്യേക ഒരു തരം ഭ്രാന്ത് നൽകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചതാണ്. അപ്പോൾ വളരെ വില കുറവാണ് എന്ന് പറഞ്ഞതും കൂടിയാണ് കേട്ടോ അത്. പിന്നെ ഇത് മരിബാങ്ക് കൊടുക്കാനായ സമയത്ത് ഇക്കാക്ക ഊത് പുകയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസങ്ങൾ കണ്ടിട്ടില്ലേനോ, നല്ല പണി കഴിഞ്ഞിട്ടോ എനിക്ക് ഇക്കാക്കും പകൽ. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഡൈനിങ് ഹോളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇക്കാക്ക അതേപോലെ നേരത്തെ വീട്ടിലുള്ള സമയത്ത് മരിബാങ്കൊക്കെ കൊടുക്കാനാകുമ്പോൾ ഈ ഒരു പരിപാടി ഇക്കാക്ക ചെയ്യലുണ്ട് കേട്ടോ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് എനിക്കിഷ്ടമാണ്. പിന്നെ അത് കണലൊക്കെ ആക്കി ഇതാക്കി പുകയ്ക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ അതിന്മേൽ മെനക്കെടല്ല കേട്ടോ. അതിൻ്റെ ആളൊക്കെ ഇക്കാക്കയാണ്. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് കുറച്ചധികം ഓതാനൊക്കെ ഉണ്ടാവുമല്ലോ ഈ ബറാത്ത് രാവിൻ്റെ ആ ഒരു ഇതായിട്ട്. പിന്നെ എന്തെങ്കിലും മധുരം ഉണ്ടാക്കണം, പിന്നെ അങ്ങനത്തെ ഒക്കെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് കാക്ക ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വീഡിയോ എടുത്താൽ കേട്ടോ. പിന്നെ അപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്ത് മഗ്‌രിബ് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിനി. നമ്മളെ ഗോതമ്പിൻ്റെ റവ ഇല്ലേ, പിന്നെ ഉപ്പുമാവൊക്കെ വെക്കുന്നത്, അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞങ്ങൾ രണ്ടാളായതുകൊണ്ട് ഒത്തിരിയേ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. സാധാരണ ഞങ്ങൾ ബറാത്ത് രാവിന് സാബൂനരി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യൽ. ഇത് കുറച്ച് ഗോതമ്പ് റവ എടുത്തിട്ട് ഞാനിത് ആ കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അന്ന് വിസിലടിച്ചാണ്, 2 വിസിലടിച്ചിട്ടുണ്ടായിനി. പിന്നെ അതിലേക്ക് ഒരു 300-350 ഗ്രാം അളവിലുള്ള പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പാൽ ഒഴിച്ചിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് തിളയ്ക്കണം. തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നതെങ്കിൽ 1-ാം പാലിൽ ആ ഒരു ഗോതമ്പ് റവ കുക്കറിലിട്ടിട്ട് വേവിക്കുക. പിന്നെ ലാസ്റ്റ് സമയത്ത് മാത്രം 1-ാം പാൽ ചേർത്താൽ മതി. പക്ഷെ ഇവിടെ ഇപ്പോൾ തേങ്ങ കുറവാണല്ലോ, അതുകൊണ്ട് ഞാൻ പാൽ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിതാ 2 അച്ച് ശർക്കര ഞാൻ ഉരുക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. വേറെ പണിയൊന്നും ഇല്ല കേട്ടോ, ഇതിന് കാര്യമായിട്ടൊന്നും ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ ഒരു ഏലക്കായ ഇതേപോലെ ചതച്ചിട്ട് തൊലി മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ചാൽ നമ്മുടെ പായസം റെഡി ആയിട്ടോ. വീട്ടിൽ ഇതേപോലെ ഗോതമ്പ് റവ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് എത്ര കുടിച്ചാലും മതിയാവാത്ത ഒരു പായസമാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് ഒരുപാട് മധുരം ഒന്നും കഴിക്കാൻ പറ്റാത്തതിനെ കൊണ്ടും പിന്നെ ഇവിടെ ഞങ്ങൾ രണ്ടാൾ മാത്രമായതുകൊണ്ടും കുറച്ചേ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ, ബാക്കിയൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ അണ്ടിയും മുന്തിരിയും കൂടി നെയ്യിൽ വറവിട്ടും കൂടി ഒഴിച്ച് കൊടുത്താൽ അടിപൊളി പായസം തന്നെ ആയി. കാക്കായാലും എനിക്കായാലും ഈ ബറാത്ത് രാവിന് ഈ പാലായക്കാണ് കേട്ടോ ഇഷ്ടം. പാലായക്ക വെച്ചാൽ പാൽവാഴക്ക എന്നാണ് പറയുക. പിന്നെ ഞങ്ങളിവിടെ കോഴിക്കോട്ട് ഒരു പാലായക്ക വാലായക്ക എന്നൊക്കെ പറയും. പല നാട്ടിലും പല പേരാണല്ലോ. പക്ഷേ ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗോതമ്പ് റവ എന്ന് പറയുമ്പോൾ അപ്പോൾ ഒന്ന് നല്ല മധുരം ഉണ്ടാക്കണം എന്നല്ലേ ഉള്ളൂ. പിന്നെ ആ പുതിയ കപ്പിലേക്കാണ് കേട്ടോ എടുക്കുന്നത്. പുതിയ കപ്പ് കിട്ടിയാൽ പിന്നെ അത് തന്നെ വേണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് അതൊക്കെ ആക്കി ക്ലാസ്സിലേക്കാക്കി വറവൊക്കെ ഇട്ടതിന് ശേഷം കൊണ്ടുവരികയാണ് ഞാൻ. അപ്പോൾ അപ്പോഴേക്കും ഇക്കാക്ക ഓത്ത് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് പോയത്. പിന്നെ ഞാനും ഓതാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ കാർപ്പറ്റൊക്കെ അവിടെ വിരിച്ച് നല്ലൊരു സുഖമുണ്ട് കേട്ടോ. പ്രത്യേകമായിട്ട് അന്ന് നന്നായിട്ട് കഴുകി ക്ലീനാക്കിയപ്പോൾ നമ്മളെ മനസ്സിനൊരു ഇതാണ്, നമുക്ക് തന്നെ അറിയാമല്ലോ അവിടെയൊക്കെ നല്ല ക്ലീനാണ്, നല്ലൊരു സുഖം പ്രത്യേകമായിട്ട് വരും അങ്ങനെ ഒരു ക്ലീൻ ചെയ്യുന്നിടത്ത്. പിന്നെ അതുമല്ല നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും, നമ്മൾ നിലമൊക്കെ നല്ലോണം കഴുകി തുടച്ച് മൊത്തത്തിൽ ക്ലീനാക്കി ആ ഒരു ദിവസം നമുക്ക് നല്ലൊരു പോസിറ്റീവാണ് കേട്ടോ. ആ ഒരു സ്ഥലത്ത് നിൽക്കാൻ അടുത്ത ഒരു പൊടിയൊക്കെ വരുന്ന വരെയുള്ള നല്ലൊരു സുഖമാണ് അവിടെ. ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിട്ടോ, ഇക്കാകനെ കാണിച്ചതിനെ കൊണ്ടായിരിക്കും. ഇക്കാക മുടി ഡൈ ചെയ്യലുണ്ടോയെന്നാണ് ചോദിച്ചത്. പക്ഷേ ഇതുവരെ ഇക്കാക ഡൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവരെ ഫാമിലിയിൽ അത്ര പെട്ടെന്ന് അങ്ങനെ നിര വരലില്ല. കാക്കൻ്റെ മൂത്ത പെങ്ങൾക്ക് 70 വയസ്സൊക്കെ ആവാനായും തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൽ കൂടിക്കണോ കുറഞ്ഞിക്കണോ അറിയില്ല കേട്ടോ. ഇതുവരെ ഒരു ഇഴ പോലും നരച്ചിട്ടില്ല. ആ കാര്യത്തിൽ നമുക്കൊക്കെ അസൂയാണ് കേട്ടോ കാക്കൻ്റെ കുടുംബക്കാരോട്, അധികം ആൾക്കും. പിന്നെ തീരെ നേരമില്ലാത്തവരൊന്നല്ല, പക്ഷേ കുറവാണ് ഓൽക്ക്. അങ്ങനെ എത്ര പ്രായമായാലും വലിയൊരു നേരമൊന്നും ഉണ്ടാവില്ല. ഇക്കാക്ക് നേരമൊക്കെ ഉണ്ട്, അത് പിന്നെ ദൂരെ നിന്ന് കാണാനിട്ടാണ്. പിന്നെ മാറാലൊക്കെ തട്ടിയപ്പോൾ ഈ പിന്നെ എട്ടുകാലിക്ക് നിൽക്കാൻ സ്ഥലമില്ലാതായിട്ടോ. ഒരു 3 എട്ടുകാലിനെങ്കിലും ഞാൻ കൊന്നിട്ടുണ്ടാവും. പിന്നെ ഇത് എൻ്റെ അത്തായാണ് കേട്ടോ. അത്തായ വെച്ചാൽ പൊലിച്ചായിട്ടുണ്ട്. ഒരു 4:45 ഞാൻ എണീറ്റിട്ടുണ്ട്. ഇനി
പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് അടുക്കളയിലേക്ക് എത്തി. ഞാനിതാ ഒരു പഴവും ഒരു കോഴിമുട്ടയും കൂടി കുക്കറിലിട്ട് വേവിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്താഴത്തിന് ഇത് മതി. പക്ഷേ ഇത് കോഴിമുട്ടയൊന്നും വേണമെന്നൊന്നുമില്ല, ഒരു പഴവും ഒരു കട്ടൻ ചായ മാത്രം മതി. കട്ടൻ ചായ വെറുതെ കുടിക്കാൻ കേട്ടോ, മധുരമൊന്നും ഇടാത്ത. പിന്നെ അത് മാത്രം മതി. ഭക്ഷണം ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കലില്ല. അതാ ഞാൻ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതാ 5:15 ഇനി. പിന്നെ അത് കഴിഞ്ഞ് ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നോമ്പ്. ഇപ്പോൾ ഇക്കാക്ക് പണിക്ക് പോകാനുള്ളതിനോണ്ട് അങ്ങനെ പിടിച്ചിട്ടില്ല. പിന്നെ സുന്നത്ത് നോമ്പല്ലേ എന്ന് പറഞ്ഞ് എല്ലാ നോമ്പും അല്ലാത്തൊക്കെ പിടിക്കലുണ്ട്. പിന്നെ അതാ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് നോക്കിയാട്ടോ, നേരം വെളിച്ചം വെച്ചിട്ടൊന്നുമില്ല. നല്ല രസമുണ്ട് ആ ചന്ദ്രനൊക്കെ കാണാനായിട്ട്. പിന്നെ തലേന്ന് രാത്രി ഞാൻ ചപ്പാത്തി കുറച്ചധികം ചുട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇക്കാക്ക് വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഞാൻ നീറ്റിട്ടില്ലേനി, അപ്പോൾ ഇക്കാക്ക് തന്നെ അത് ചൂടാക്കി ചപ്പാത്തിയൊക്കെ ചൂടാക്കി കറിയൊക്കെ ചൂടാക്കി കഴിച്ച് പോവാൻ നേരമാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ നേരം വൈകിട്ടാണ് പിന്നെ കിടന്നത്. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കിടക്കുന്ന സമയത്ത്. അപ്പോൾ പിന്നെ നേരത്തെ കിടന്നോട്ടെ വിചാരിച്ചിട്ട് ഇക്കാക്ക് എന്നെ വിളിച്ചില്ല. പിന്നെ എണീറ്റതിന് ശേഷം പിന്നെ ഞാൻ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് പിന്നെ 2-3 ചൂലിൻ്റെ അതുണ്ട് ഇനി ഓല, അതൊക്കെ ചൂലുകളാക്കി. പിന്നെ ചോറൊന്നും വെക്കണ്ടല്ലോ. പിന്നെ ഇതാ നമ്മൾ അന്ന് കുഴിച്ചിട്ട പൊന്നാങ്കണ്ണിയാണ് കേട്ടോ, അത് ഇതാ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. മുറിച്ചിട്ട് ഒന്ന് ഉപ്പേരി വെക്കണം. പിന്നെ 2 കസേര ഞാൻ അന്ന് ഇന്നലെ തന്നെ പണി കഴിഞ്ഞ സമയത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കഴുകിയിട്ട് വേണം കൊലായിലേ വെക്കാൻ. അപ്പോൾ ഇതിൻ്റെ കഴുകലും കൂടി ഉണ്ട് കേട്ടോ ഒന്ന്. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞതാ വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം അസറൊക്കെ നിസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് എത്തിയത്. അപ്പോൾ പിന്നെ 2-3 പീസ് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ കാക്ക പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങി കൊണ്ടുതരും. അപ്പോൾ അതിനെക്കാടിയല്ലേ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കില്ലേ വിചാരിച്ചപ്പോൾ വലിയ 2 ഉള്ളി എടുത്ത് ചെറുതാക്കി അരിഞ്ഞ് അതൊന്ന് നന്നായി വഴണ്ട് വരുമ്പോഴേക്കും ഞാനിതാ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളി 2 പച്ചമുളക് എല്ലാം കൂടി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെയൊക്കെ പച്ചമണം ഇതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കുറച്ച് ഗരം മസാല, വലിയ ജീരകം പൊടിച്ചത്, കുരുമുളകിൻ്റെ പൊടി, പിന്നെ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി എന്നിവ കൂടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നന്നായി വഴണ്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പത്തിരിൻ്റെ ഉള്ളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണിത്. എരിവുള്ള ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കണം നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കണമെന്ന്. ഇത് ഓർഡറൊക്കെ വരുന്ന സമയത്താണ് അധികം ഉണ്ടാക്കൽ. അപ്പോൾ പിന്നെ വലിയൊരു ഇൻട്രസ്റ്റ് വരില്ല. പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കാനുള്ളൊരു താല്പര്യം വരണമെങ്കിൽ മക്കളും എല്ലാവരും വേണം. പിന്നെ അതാ ഞാൻ അതൊക്കെ നന്നായി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ പാകത്തിന് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ 2 പീസ് ചിക്കന് കുക്കറിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തത് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താണ്. പിന്നെ അതും കൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് പിന്നെ അത് കുറച്ചധികം മല്ലിയിലയും പുതിനയും കൂടി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ട് അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് ആ ചപ്പാത്തിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഈ ചെറിയ പാനിൽ ചുടുന്നതിനോണ്ട് തീരെ വട്ടമില്ലാതാണ് കേട്ടോ പരത്തിയെടുത്തതും ചുട്ടതൊക്കെ. പിന്നെ അതാ ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട, കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചെറിയൊരു പാനാണ് കേട്ടോ. ഞാൻ സാധാരണ ഇതിലൊന്നും അങ്ങനെ ചട്ടിപ്പത്തിരി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കലില്ലല്ലോ. അപ്പോൾ ഞാനും കാക്കി മാത്രം ആയതുകൊണ്ട് ചെറുത് മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ ചെറിയ പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഓരോ പത്തിരി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഓരോ പത്തിരി കോഴിമുട്ടൻ്റെ മിക്സിയിൽ മുക്കുക, ഇതിൽ വെക്കുക, പിന്നെ അതിൻ്റെ മേലെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. വീണ്ടും പത്തിരി ചപ്പാത്തി ഈ ഇതിൽ മുക്കുക, ഈ മുട്ടൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് അങ്ങനെ സാധാരണ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന പോലെ ലെയറായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ട് അങ്ങനെ ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അത്. സാധാരണ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം 2 ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഉണ്ടാക്കാതെ ഇതിൽ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അത് റെഡിയായി വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിന് കേട്ടോ. പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ല റൗണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. ചെറിയൊരു പാനാണല്ലോ ഇത്, സാധാരണത്തേലും നല്ല കുഞ്ഞ് പാനാണിത്. പിന്നെ ഫില്ലിങ്ങും അതിന് മാത്രം ഉണ്ടാക്കിയിട്ടില്ല, ചപ്പാത്തിയൊക്കെ അതിന് മാത്രമില്ല. 6 പീസ് ചപ്പാത്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ അതൊക്കെ ഓരോന്നോരോന്ന് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഒരു സൈഡ് ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ആ മാവ് നമ്മൾ ഈ പത്തിരിയൊക്കെ ചപ്പാത്തിയൊക്കെ മുക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മാവുണ്ടല്ലോ അത് അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല റൗണ്ട് ഷേപ്പൊക്കെ ഉണ്ടതിന് നല്ല ടേസ്റ്റും ഉണ്ടായിന്.
പിന്നെ എന്താ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് കുറച്ച് ചക്ക കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ നോമ്പ് തുറക്കാൻ നേരത്തെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട്. അത് ഇതാ നല്ല തേൻ വരിക്കയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല മധുരമുള്ളതാണ്. അപ്പോൾ ചക്ക കുറച്ചൊക്കെ ഷുഗറുള്ള ആളുകൾക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്, മധുരമിടാതെ അതിലേക്ക് പാല് മാത്രം ഒഴിച്ചിട്ട് അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് പിന്നെ ചക്ക ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ നല്ല തിക്കായിട്ടാണ് കേട്ടോ വന്നത്. ജ്യൂസ് എന്ന് പറഞ്ഞുകൂടാ, എന്നാലും പിന്നെ ഇത് കഴിക്കാൻ നേരത്ത് നല്ലോണം വീണ്ടും കുറച്ചും കൂടി തിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിക്കുന്ന സമയത്ത് തന്നെ കുറച്ചധികം പാൽ ഒഴിച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ നല്ലത്. പിന്നെ ഇതാ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിനിതാ ഇതിലേക്കൊക്കെ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. ഞാൻ വാങ്ങിപ്പോൾ കൊടുക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചക്കൻ്റെ ജ്യൂസ് അടിക്കുമ്പോൾ നല്ലോണം ലൂസിൽ അടിക്കണം, അല്ലെങ്കിൽ ഇതാ അതേപോലെ നല്ല തിക്കായിട്ടാണ് കേട്ടോ വരിക കുടിക്കാൻ സമയത്ത്. പിന്നെ ഞാൻ പിന്നെ ലൂസാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചക്ക കിട്ടുമ്പോൾ അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഇതേപോലെ ഒന്ന് അടിച്ച് നോക്കേണ്ടി കേട്ടോ. നല്ല ടേസ്റ്റാണ് അതിന്. ഈ ജ്യൂസിൽ ഞാൻ തീരെ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ടും നല്ല പാകത്തിനുള്ള മധുരമൊക്കെ ഉണ്ടായിനി. കറക്റ്റ് സമയമായപ്പോൾ ഇതിലിങ്ങനെ കാക്ക ഓടി വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ കാക്ക അറിയാം എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ എന്തോ പോലെയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം പിന്നെ കിട്ടിയ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിനി. പിന്നെ അതാ കാക്ക വന്നിട്ട് ഇത് മുറിച്ച് തരാണ് കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് നല്ല പീസാക്കിയിട്ട് കാക്കനെ മുറിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗം ആ പണി കാക്കനെ ഏൽപ്പിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കമൻറ്റിൽ വിവരങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.